വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈനസ്മലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കറിയാം രാവിലെ തൊട്ട് ഇപ്പം എല്ലായിടത്തും ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ അതേപോലെ ഇവിടെയും നല്ല മഴയായിരുന്നു. നമുക്ക് രാവിലെ ഒരു പെരവാസലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ഫാദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു മിനിറ്റ് ലൈറ്റ്. അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേയിൽ എന്തായാലും നമ്മുടെ നിതിൻ കൂടെയില്ല. അപ്പം ഞാൻ ഓർത്തു പണിസ്ഥലത്തായതുകൊണ്ട് തന്നെ കമ്പനിയിൽ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അടുത്ത മാസം വരത്തുള്ളൂ. അപ്പോൾ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞു പിള്ളേരുമായിട്ടൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുത്ത ജംഗ്ഷൻ വരെ ഒന്ന് കറങ്ങാൻ പോയിട്ട് അവർക്കും സ്നാക്സ് ഒക്കെ തീർന്നിരിക്കും. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്നൊരു ചെറിയ ഔട്ടിങ് വീഡിയോ, ഡേ ഔട്ട്. അത് അമ്മയും മക്കളും മാത്രമായിട്ടുള്ളൊരു ഡേ ഔട്ട്. അതൊരു വലിയ വീഡിയോ ഒന്നുമല്ല, ഒരു കുഞ്ഞു വീഡിയോ. അപ്പം നമുക്ക് പോകാനായിട്ട് റെഡിയാകാം. അങ്ങനെ നമ്മുടെ പിന്നെ ഒരുക്കിയത് കാത്തുമ്പിയാണ്. കാത്തു രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. നമുക്കൊന്നൊരു പെരവാസത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കയറി താമസം. അപ്പോൾ നമ്മളവിടെ അടുത്ത് തന്നെയായിരുന്നു, അവിടെ പോയിട്ട് വന്ന ഡ്രസ്സ് തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ അടുത്ത ജംഗ്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ മേടിക്കാനോ വലിയ ഔട്ടിങ്ങൊന്നും അല്ല, ഡേ ഔട്ടും അല്ല, ജസ്റ്റ് ഒന്ന് അമ്മയും മക്കളുമായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ഓർത്തിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് കാത്തുവിൻ്റെ കുറേ കോഷ്ടി കാണാം. പിന്നെ കമ്മലിട്ട് കൊടുത്തപ്പം അത് വേദനയാണെന്നും പറഞ്ഞായിരുന്നു കുറേ നേരത്തേക്ക്. പിന്നെ അതേ നമ്മുടെ ശിവക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് കുളിഞ്ഞ് നോക്കണം കണ്ടിട്ട് ഞാനെടുത്ത് ഫ്രണ്ടിലിരുത്തി കൊടുത്തേ. അപ്പോൾ എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഹായ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഹായ് കാണിക്കുവാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മയൊക്കെ തരും കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് ഉമ്മയൊക്കെ തരും, അല്ലാത്തപ്പോൾ ചോദിച്ചാലും തരികയില്ല, അങ്ങനെയാണ്. പിന്നെ അതേ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് ഐ ലവ് യു സിമ്പിളൊക്കെ പഠിച്ചേട്ടാ. അങ്ങനെ അത് കമ്മലിട്ട് കൊടുത്തപ്പോൾ കത്തിന് വേദനിച്ചേട്ടാ. അപ്പോൾ പിന്നെ അങ്ങനെ അവളെ റെഡിയാക്കി നിർത്തിയിട്ട് നമ്മൾ പോകാറായിട്ടുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ ശിവക്കുട്ടൻ ഭയങ്കര ബഹളമാണ് കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നമ്മൾ വീഡിയോ എടുത്താലും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വീഡിയോസ് കൂടുതൽ അപ്ലോഡ് ചെയ്യാത്തതും. ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥ. ശിവക്കുട്ടൻ ഒന്നിനും സമ്മതിക്കില്ല. അങ്ങനെ ഞാനും പെട്ടെന്ന് തന്നെ റെഡിയായി. നമ്മളങ്ങനെ അധികം അണിഞ്ഞൊരുങ്ങി പോകുന്ന കൂട്ടത്തിലൊന്നും കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് നമ്മുടെ കാത്തുമ്പിയേയും വിളിച്ചു. പിന്നെ ശിവക്കുട്ടനാണെങ്കിൽ പുറകിൽ കണ്ട ഈ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. ഫുൾ ടൈം രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും അവൻ ആ വണ്ടി എടുത്ത് വേണം. ഫുൾ ടൈം ഈ വണ്ടിയിൽ തന്നെയാണ്. 2-3 ദിവസമായിട്ടുള്ളത് കേട്ടോ ഈ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചിട്ട്. നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ ചവിട്ടും. പിന്നെ അതേ ഞാനും എൻ്റെ ശിവക്കുട്ടനും കൂടിയിട്ട് 2 കുടയൊക്കെ ആയിട്ട് ഇറങ്ങി. കാത്തുമ്പിക്ക് കാത്തുമ്പിയുടെ കൊച്ചുകുട, പിന്നെ എനിക്ക് ശിവക്കുട്ടനും കൂടിയിട്ടൊരു വലിയ കുട. പക്ഷേ രണ്ടും അവൾ തന്നെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇടയ്ക്ക് ഈ 2 പൊക്കി കാണിച്ചിട്ട് ചെറിയ ഷോ ഓഫൊക്കെ കാണിക്കും. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് നടക്കുകയാണ്. കുറച്ചടുത്താണ് കേട്ടോ, അടുത്ത ജംഗ്ഷനാണ്. അപ്പോൾ അതേ നമ്മൾ 3 പേരും കൂടി അങ്ങോട്ടേക്ക് നടക്കുകയാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ കുട അവൾ താഴെ ഇടും കേട്ടോ, തൂക്കി പിടിച്ച്. അപ്പം ഞാൻ അതേ കാത്തൂനെ വഴക്ക് പറയുന്നതാണ്. അങ്ങനെ നമ്മൾ കടയിലേക്ക് ചെന്നു. കടയിലെത്തിയപ്പോൾ അതേ നമ്മുടെ കാത്തൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കേട്ടോ ഇത്. ഇപ്പോഴും ഒരു ഒരുമിച്ച് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ മാറിയെന്ന് തോന്നുന്നു. LKG UKG കാത്തു എപ്പോഴും അലങ്കൃത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അലങ്കൃ ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത്. ഇത് നമ്മൾ മുന്നേ വന്നിട്ടുള്ള കടയാണ് കേട്ടോ. ഇത് നമ്മൾ മുന്നേ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കടയിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ഈ സൈഡിലൊക്കെ നല്ല രസമാട്ടോ. ഈ കടയുടെ രാത്രി വ്യൂ കാണാൻ അടിപൊളിയാണ്. ഈ ഇരിക്കുന്ന സ്പേസ് മുഴുവനും ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. പിന്നെ കാത്തു ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാത്തും ശിവക്കുട്ടനും ഈ ഒരു കളിപ്പാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അത് വേണം, ഇത് വേണം, സ്ലൈറ്റ് വേണം, മറ്റത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഞാനൊന്നും മേടിച്ച് കൊടുക്കത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ബോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കുറേ ബോൾ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ അലങ്കൃത ടാറ്റ പറഞ്ഞു പോയി. നമ്മുടെ വീടിന് അടുത്തുള്ള വെച്ച് തന്നെയാണ് കേട്ടോ, ഒരുപാട് അടുത്തല്ല. ഇത് പിന്നെ നമ്മളിത് ഇങ്ങനെ ഒരു ഷാർജ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഈ കടയിലേക്ക് കയറിയത്. ഈ ഒരു 10 രൂപയുടെ ഷേക്ക് അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ പ്രൊമോഷനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മുന്തിരി സോഡ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പിന്നെ
ഷാർജ ഷേക്ക് ഞങ്ങൾ 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ഞാൻ കാത്തുമ്പിക്ക് കൊടുത്തു, പിന്നെ 1 ഞാനും ശിവക്കുണ്ണും കൂടി കൊടുത്തു. അവന് തണുപ്പല്ലേ, പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട്, തണുപ്പ് കാലം ആയതുകൊണ്ട് നമ്മളധികം ശിവക്കുണ്ണ് കൊടുത്തില്ല കേട്ടോ. ഒരു പനി കഴിഞ്ഞതുള്ളൂ, അത് വലിയ പനിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. പിന്നെ അതേ നമ്മളിങ്ങനെ ഒരു ബബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 5 രൂപ, നമ്മുടെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പല ഷേപ്പ് വരത്തില്ല, ഇത് റൗണ്ട് തന്നെ വരുന്നത്. അപ്പോൾ അത് അങ്ങനെ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് 5 രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ നമ്മൾ ആ ഒരു സാധനം അവളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം മേടിച്ചതാണ്. വേറെ മറ്റ് സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഒരു ചോക്ലേറ്റിൻ്റെ കേക്ക്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി കളിയും ചിരിയൊക്കെ പറഞ്ഞ് അങ്ങനെ കളിച്ച് ചിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നിട്ട് അവർ 2 പേരും വീട്ടിലാക്കി. പിന്നെ ഞാനും ചേച്ചിയും കൂടി ഒരിടത്തേക്ക് പോവുകയാണ്. എവിടെയാണെന്ന് ഇപ്പോൾ പറയാവേ. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ നമ്മുടെ ഈ വീട്ടിലൊക്കെ തുണി വിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ. നമുക്ക് വീട്ടിലവിടെ റഹ്മത്തിത്ത എന്നാണ് പേര്. അപ്പോൾ നമുക്ക് ഇത്താടെ വീട്ടിൽ കുറച്ച് ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് പോയി കാണാം. അപ്പോൾ എൻ്റെ കൂടെ അക്കയുണ്ട് കേട്ടോ, കാണിച്ചു. അക്കയാണെ തണുത്തിട്ട് മൊത്തത്തിൽ മൂടി പുതച്ചായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അതേ ഇത് കണ്ട ഇവിടെ ഇത് നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്നറിയില്ല. ഇവിടെ ഒരു പൂച്ച, അക്കയുടെ പൂച്ചയാണ് കേട്ടോ. ഇതിങ്ങനെ പതുങ്ങി ആ മതിലിൻ്റെ സൈഡിൽ വന്ന് നോക്കുകയാണ് കേട്ടോ. ഇത് പുറകെ വരാൻ വേണ്ടിയിട്ടാണ്, എവിടെ പോയാലും പുറകെ വരും. പിന്നെ ഒരു വണ്ടി വന്നപ്പോൾ അങ്ങോട്ടേക്ക് ചാടി ഓടിപ്പോയത്. പിന്നെ അതേ നമ്മളങ്ങനെ ആ വീട്ടിലേക്ക് എത്തി. ഈ 2 ചുരിദാറാണ് കേട്ടോ ഞാൻ നോക്കിയത്. ഈ 2 ഇത് നമ്മുടെ ചുരിദാറും പാൻറ്റും ഷോളും അങ്ങനെയുള്ളതാണ്. ഇത് 2 കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. 1 പേസ്റ്റൽ ഗ്രീനും മറ്റേതൊരു ബ്ലൂ ആയിരുന്നേ. അത് ബ്ലൂ അല്ല, ഇതൊരു വേറെ ഷെയ്ഡ്സ് ഗ്രീനൊക്കെ ചേർന്നിട്ടുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു കളറായിരുന്നു. എനിക്ക് ഒരു പീക്കോ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കളറും. പിന്നെ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അധികവും ഇങ്ങനെ നമ്മളിപ്പോൾ കറുത്ത ചെയ്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡിമ്മായിട്ടുള്ള കളറ്, ഇങ്ങനെ അങ്ങനത്തെ കളേഴ്സാണ് എനിക്കിഷ്ടം. ഇങ്ങനത്തെയൊക്കെ കരിനീല, അതുപോലെ നാരയ്ക്ക, അതൊക്കെ. പിന്നെ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ എനിക്ക് ഇല്ലാത്ത കളറാണ്. അതുപോലെ എനിക്ക് ചുരിദാറില്ല കേട്ടോ, അങ്ങനെ ഷാളായിട്ടിട്ടുള്ള, അങ്ങനെ വിത്ത് ഷാളായിട്ടുള്ള ചുരിദാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ കോട്ടനാണ് ഇങ്ങനെ പല പഞ്ഞിയായിട്ടിരിക്കുന്ന ചുരിദാർ. അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ 2 ചുരിദാർ ഞാനങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വർക്ക് കണ്ടോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ 2 ചുരിദാറായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അക്ക നോക്കിയതാണ് ഇങ്ങനെ നൈറ്റി, ഫ്രോക്ക് നൈറ്റി. അത് ഈ കളർ കണ്ടോ, ഒരു ഭയങ്കര രസമുള്ളൊരു ഇഷ്ടിക കളറല്ല, ഞാൻ എന്താ പറയുക, ഒരു ഓറഞ്ച് കളർ, ആ ഒരു കളറ്. പിന്നെ ഈ ഒരു നാരക്ക കളറും ബ്രൗൺ കളറും നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി, വേറൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഒരു കിറ്റ് സാധനം വേറൊന്നും വാങ്ങിച്ചില്ലെന്നല്ല, ഞാൻ ആ 2 ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു, അക്ക 2 ഫ്രോക്ക് നൈറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 എടുത്ത് നമ്മളിങ്ങനെ ആഴ്ചയിൽ പൈസ കൊടുത്താൽ മതി കേട്ടോ. സൂക്ഷിച്ച് കിടന്നില്ലെങ്കിൽ താഴെ വെള്ളമാണ്, ഭയങ്കര പണി കിട്ടും. അങ്ങനെ നമ്മൾ പോയിട്ട് വന്ന് പുറത്താണ് ഭയങ്കര മഴയാണ്. നമ്മൾ ഇടയ്ക്ക് ഒരു നമ്മുടെ ഒരു വല്യമ്മയുടെ വീടുണ്ടായിരുന്നു, അവിടെ കയറിയപ്പോൾ പെട്ടെന്ന് പിന്നെ മഴയായിപ്പോയി. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് ശിവക്കുട്ടൻ കളി, കാത്തുമ്പി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമ്മച്ചിനൊക്കെ TV കാണുന്നു, അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ആ വീഡിയോ നമ്മൾ ആ 2 ചുരിദാറും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വേറെ ഒന്നും ഞാൻ എടുത്തില്ല. ചേച്ചി 2-3 ആ നാരക്ക കളറ് നമ്മുടെ ഒരു ഫ്രോക്ക് നൈറ്റില്ല, അതും വേറെ ഒരു ഡ്രസ്സ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കിനെ. നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്, നമ്മുടെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വരുന്നത് വരെ ടാറ്റാ.